തുടർച്ചയായി മത്സരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ മാർഗരേഖയുമായി എൻസിപിയും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മാർഗരേഖ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടപ്പാക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. പുതിയ ആളുകൾക്ക് അവസരം ലഭിക്കാനാണ് 3 ടേം നിർബന്ധമാക്കാനുള്ള നീക്കമെന്നാണ് വിശദീകരണം. വിവരങ്ങളുമായി നിഖിൽ പ്രമേശ്വർ. നിഖിൽ, പുതിയ ആൾക്കാർക്ക് അവസരം കിട്ടാനാണോ അതോ മറ്റു ചില ആൾക്കാരെ ഒഴിവാക്കാനാണോ? ഹാഷ്മി സ്മിത, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രധാനമായും മന്ത്രി എ കെ ശശീന്ദ്രനെ ലക്ഷ്യമിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ നീക്കമാണിത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. കാരണം എലത്തൂരിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കും NCPയെ പ്രതിനിധീകരിച്ച് എന്നുള്ളൊരു ചോദ്യം ഉയരുമ്പോൾ ഒരു വിഭാഗത്തിന് ആ സീറ്റ് നിലനിർത്താൻ കഴിയണമെങ്കിൽ എ കെ ശശീന്ദ്രൻ തന്നെ തുടർന്നു മത്സരിക്കണം. ശശീന്ദ്രൻ മത്സരിച്ചാൽ ഒരു വിജയ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുണ്ട്. മറ്റൊരു വിഭാഗത്തിന് അദ്ദേഹം 2 ടേം മന്ത്രിയായി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയും അത് തുടരേണ്ടതുണ്ടോ എന്നുള്ളൊരു ആവശ്യം ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരിപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മാർഗരേഖ. അതായത് 3 ടേമോ അതിൽ കൂടുതലോ മത്സരിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവർ മാറി നിൽക്കട്ടെ, പുതിയ ആളുകൾ കടന്നു വരട്ടെ എന്നുള്ള മുസ്ലിം ലീഗൊക്കെ നേരത്തെ നടപ്പാക്കിയിട്ടുള്ള ഈ ടേം മാർഗരേഖ NCPയും ഇപ്പോൾ കൊണ്ടുവരികയാണ്. അത് 3ആയി നിജപ്പെടുത്തുന്നു. 3-നപ്പുറത്തേക്ക് ആളുകൾ മത്സരിക്കേണ്ടതില്ല എന്നുള്ളൊരു മാർഗരേഖ അവതരിപ്പിക്കുകയും അതിന് പൊതുവിൽ ഒരു സ്വീകാര്യത ലഭിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇത് പ്രധാനമായും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നിലവിലത്തെ മന്ത്രിയായിട്ടുള്ള എ കെ ശശീന്ദ്രനെ ലക്ഷ്യമിട്ടുള്ള നീക്കം തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം വീണ്ടും മത്സരിച്ചേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ ഉയരുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉയരുന്നത്. അദ്ദേഹത്തിന്റെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.